ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും നല്ല മനസ്സുള്ളവരാണ് നമ്മളെല്ലാവരും എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതിനകത്ത് ഞാനും കൂടി ഉൾപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? കാരണം കൊടുക്കണം എന്ന ആഗ്രഹമുള്ളവർ, അതിനായിട്ട് ഒരുമിച്ച് കൂടണം എന്ന ആഗ്രഹമുള്ളവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞാൻ പുന്നശ്ശേരി അച്ഛനെ അഭിനന്ദിക്കുന്നു. അച്ഛൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഈ ചാരിറ്റി വേൾഡ് ഇത്രയും വളർന്നത്. അച്ഛനത് ഒരു അതിരൂപതയുടെ ഒരു പ്രസ്ഥാനം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഈ നാടിൻ്റെ ഒരു വലിയ മൂവ്മെൻ്റാക്കി മാറ്റി. നാനാജാതി മതസ്ഥർ, നന്മയുള്ള അനേകം പേരെ ഒരുമിച്ച് കൂടി പഞ്ചായത്തുകളിലേക്കുമൊക്കെ അച്ഛൻ നടത്തുന്ന പിരിവുകൾ, പ്രത്യേകിച്ച് ഈ അവയവ ദാനത്തിനൊക്കെ വേണ്ടിയിട്ട്, അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ നടത്തിയ കാര്യങ്ങൾ, അതെല്ലാം ഒരു പുതുമയായിരുന്നു. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം, അത് മനുഷ്യരെ സഹായിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ലഭിച്ച ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെയുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ അച്ഛനെ ഓർക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും തന്നെ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു അടിസ്ഥാന ചിന്ത ബൈബിളിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതൊരു സാധാരണ ചിന്തയിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതൊന്നും നമുക്കൊരു സംതൃപ്തി തരുന്നില്ല. നമ്മളതേസമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ലഭിക്കുന്നവർക്ക് സംതൃപ്തി ഇല്ലെങ്കിലും കൊടുക്കുന്ന നമുക്ക് മനസ്സിൻ്റെ ഒരു വലിയ നിറവാണ്, ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു അടിസ്ഥാന ബോധ്യമാണ് നമ്മളെല്ലാവരെയും ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പട്ടണം ജാതി മതത്തിൻ്റെയൊക്കെ അപ്പുറത്ത് കാരുണ്യത്തിൻ്റെ ഒരു പ്രത്യേകമായ കാരണവുമായിട്ട് ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത്, നമ്മൾ കൂടുതൽ അതിലൂടെ മനുഷ്യരായിട്ട് മാറുകയാണ്. നമ്മൾ മനുഷ്യരായിട്ട് മാറുന്നത് നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല. നമുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരെ നമ്മൾ മലയാള ഭാഷയിൽ മൃഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ? നമ്മളെയും ചിലപ്പോഴൊക്കെ മൃഗങ്ങളായിട്ട് കരുതുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുമ്പോഴാണ്. ബൈബിളിൽ ധനികനെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് പറയുന്നത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതാണ്. എന്നോടൊരു ചേട്ടൻ പറഞ്ഞു, ബൈബിളിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ പിന്നെ എങ്ങനെ ഈ ക്രിസ്ത്യാനി രക്ഷപ്പെടുന്നത്? കാരണം 10 കാശുണ്ടാക്കിയാൽ ഒരു കുറ്റബോധമാണ് പള്ളി ചെല്ലുമ്പം. ഇത് സ്വർഗരാജ്യത്തിൽ പോവുക, കാരണം ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതിനേക്കാളും പാടാന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞത്, ഈ ബൈബിളിലെ ധനവാൻ എന്ന് പറയുന്നത് പങ്കുവയ്ക്കാത്തവനാണ്, പണം ഉണ്ടാക്കുന്നവനെന്നുള്ളതല്ല. ബൈബിളിൻ്റെ സാമ്പത്തിക ശാസ്ത്രം താലന്തുകളുടെ ഉപമയാണ്. അതെന്താണ്? 5 താലന്ത് കിട്ടിയാൽ അത് 10 ആക്കിക്കോണം. അത് സമ്പത്താണെങ്കിലും അതെ, നിനക്ക് പണം ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ നീ അത് വർദ്ധിപ്പിക്കണം. 2 കിട്ടിയവൻ പരാതി പറയാതെ 4 ആക്കിക്കോണം. ആ 3-മത്തവൻ 1 കിട്ടിയവൻ മണ്ണിൽ കുഴിച്ചിട്ടു. അതാണ് പ്രശ്നമായിട്ട് വരുന്നത് താലന്തുകളുടെ ഉപമയിൽ. അതാണ് ബൈബിളിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. നമ്മുടെ കഴിവുകളെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മൾ സമ്പത്തുണ്ടാക്കാൻ കഴിവുള്ളവർ സമ്പത്തുണ്ടാക്കണം. എല്ലാവർക്കും ആ കഴിവില്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ്? കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ബൈബിളിലെ മൂഢനായ ധനികനെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾക്ക് ധാരാളം വിളവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കൊടുക്കുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ശേഖരിച്ച് വയ്ക്കുന്നതിനെക്കുറിച്ചാണ്. എൻ്റെ കളപ്പുരകൾ പൊളിച്ച് പണിയും, ഞാനെന്നിട്ട് ഈ ധാന്യമെല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഞാൻ എന്നോട് പറയും, മനസ്സേ തിന്നു കുടിച്ച് ആനന്ദിക്കുക, തലമുറകൾക്കുള്ളത് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നു. പക്ഷേ ദൈവം അവനോട് പറയുകയാണ്, ഇന്ന് നിൻ്റെ ജീവൻ എടുത്താൽ നീ എന്നെ എടുക്കും, മണ്ടനല്ലേ നീ. യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കാനുള്ളവരാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ സമയവും സമ്പത്തും കഴിവുകളും പകുത്തു കൊടുക്കാനുള്ളവരാണ് എന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് സഭയും സമൂഹവും എല്ലാം വളരുന്നത്. ഈ യൂറോപ്പിൻ്റെ ഒരു സാമ്പത്തിക വളർച്ച പഠിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും തൊഴിൽ സർക്കാർ കൊടുക്കുന്നുണ്ട്, നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നികുതി വാങ്ങുന്ന രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളാണ്. നികുതി വാങ്ങിയിട്ട് അവർ കൊടുക്കേണ്ട ഇടങ്ങളിലെല്ലാം അത് കൊടുക്കുകയാണ്. അപ്പോൾ ആർക്കും ഒരു കുറവ് അവിടെ വരുന്നില്ല. ഇന്ത്യയിലെ നികുതി അത്ര ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ നികുതി കൊടുക്കാത്തവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ. അപ്പോൾ അതിലൂടെ ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നന്മകൾ കുറഞ്ഞു പോവുകയാണ്. നമ്മൾ കൂട്ടി വെക്കുന്നു, ശേഖരിച്ച് വയ്ക്കുന്നു.
ഇന്ത്യയിൽ ശേഖരിച്ച് വയ്ക്കാൻ പറ്റാത്തവർ വേറെ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ശേഖരിച്ച് വയ്ക്കുന്നു. അതൊക്കെയാണ്. അതേസമയം നമുക്കറിയാം ലോക പ്രശസ്തരായ ആൾക്കാർ, ഇപ്പോൾ ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഉണ്ടാക്കിയെടുത്തോളം പണം ആരാണ് ഉണ്ടാക്കിയത്? പക്ഷേ അയാളുടെ പണത്തിൻ്റെ സിംഹഭാഗവും അയാൾ ലോകത്തെമ്പാടും സംഭാവനകൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് റിസർച്ചിന് വേണ്ടിയിട്ട്, വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ, ക്യാൻസർ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട്. JRD ടാറ്റ, നമ്മുടെ രത്തൻ ടാറ്റ ഈ അടുത്ത നാളിൽ മരിച്ചു. നമ്മളെ വിസ്മയിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രമാണ്. അദ്ദേഹം തനിക്കുള്ളത് മുഴുവൻ രാജ്യത്തിന് വേണ്ടിയിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ, അവരെല്ലാം പണം ഉണ്ടാക്കിയവരാണ്, അവരെല്ലാം മിടുക്കരായിരുന്നു, പക്ഷേ അവരെല്ലാം കൊടുക്കാനായിട്ട് തയ്യാറായി. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലും കുറച്ച് വളർന്നു വരേണ്ട ഒരു ചിന്ത അതാണ്. എനിക്ക് 10 രൂപ കിട്ടിയാൽ ഞാൻ കൊടുക്കണം, 1 രൂപയെങ്കിലും കൊടുക്കണം, ദശാംശമെങ്കിലും കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ സാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ അഭിമാനം, ഞങ്ങളെക്കൊണ്ട് ഇത്രയും സാധിച്ചല്ലോ. അത് തീർച്ചയായിട്ടും ഈ കാരുണ്യത്തിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ നമ്മളേറെ സഹായിക്കും. ഈ ചാരിറ്റി വേൾഡ് റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഭാഗമായിട്ട് ഉടലെടുത്ത ഒരു പ്രസ്ഥാനം റേഡിയോ മീഡിയ വില്ലേജ് പ്രശസ്തമായതോടൊപ്പം ചാരിറ്റി വേൾഡും നമ്മുടെ ഈ നാടിൻ്റെ ഭാഗമായിട്ട് മാറി. അത് തുടർന്നും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു.